നിനക്ക് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. അവർ 3-4 പേരുണ്ടായിരുന്നു. ആ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കിട്ടേണ്ടതായിരുന്നു. കൃത്യസമയത്ത് ഐശ്വര്യ മേഡം പോലീസ് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അവരെന്നെ ഇവിടെ എത്തിച്ചത്. ആരാ നിന്നെ അടിച്ചത്? എന്തിനാ? അവരെ തല്ലാനാണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളെ ഞാനായിട്ട് തീർത്തോളാം. അത് നീ തീർത്തോ? ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചാ. ഞാൻ അടിയും പിടിയൊക്കെ നിർത്തി ഉത്തരവാദിത്തമുള്ളൊരു അച്ഛനാവാൻ എന്റെ തീരുമാനം. നീ പറ, ആരാ നിന്നെ അടിച്ചത്? സഞ്ജുവും അവൻ്റെ കുറച്ച് ആളുകളും. ഞാൻ പീതാംബരൻ്റെ മരണത്തെക്കുറിച്ച് ചില ആളുകളടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതവന് ഇഷ്ടപ്പെട്ടില്ല. പീതാംബരന്റെ കേസ് പോലീസ് മര്യാദയ്ക്ക് അന്വേഷിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ നീ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? നീ അങ്ങനെയല്ലേ പറയൂ? ചെയ്യാത്ത കുറ്റത്തിനെ ജയിലിൽ കിടക്കുന്നത് നിന്റെ ഭാര്യയല്ലല്ലോ. ദേ, പോലീസുകാരുടെ അന്വേഷണത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട. അവരാദ്യം കൊലയാളിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് നിന്നെയല്ലേ. എന്നിട്ട് തെറ്റ് പറ്റിയപ്പോൾ സോറി എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. നീ നിരപരാധിയാൻ തെളിയിക്കാനേ നിനക്ക് നിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. മഹിമയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, നീ പീതാംബരന്റെ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നതില് സഞ്ജുവിന് എന്താ കുഴപ്പം? എനിക്കറിയില്ല. ചിലപ്പോ പീതാംബരനെ കൊന്ന ഗോപാലനായിരിക്കും. അയാൾ മരിച്ചതുകൊണ്ടേ ഗോപാലിന് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്താ, നിന്റെ മുതലാളിയെ കുറ്റം പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാനിപ്പോ ഗോപാൽജിക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത് നിനക്കറിയില്ലേ? എന്റെ മുതലാളി കാതർക്കയാണ്. അമ്മയാ?